ഹലോ ഫ്രണ്ട്സ്, ഇന്നത്തെ വീഡിയോ ഒരു അടിപൊളി ഹെയർ ഓയിലിൻ്റെ വീഡിയോ ആണ്. അപ്പോൾ അതിനു വേണ്ടിയുള്ള സാധനങ്ങളെല്ലാം നമുക്ക് പാടത്ത് പോയി പറിച്ചിട്ട് വരാം. വായോ. ഇത്രയും സാധനങ്ങളാണ് നമുക്ക് ഈ എണ്ണ കാച്ചാൻ ആവശ്യമായിട്ടുള്ളത്. ഇതിൽ ഞാൻ കൈതോന്നിയുണ്ട്, കറിവേപ്പിലയുണ്ട്, നെല്ലിക്കയുണ്ട്, ചെമ്പരത്തിപ്പൂ, അതുപോലെ തന്നെ ബ്രഹ്മി. ഇത്രയും സാധനങ്ങളാണ് ഞാൻ എടുത്തേക്കുന്നത്. ഇനി നമുക്കിതെങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് നോക്കാം. ഞാൻ ആദ്യം കൈയോന്നി നന്നായി മിക്സിയിലിട്ട് അരച്ചെടുത്ത് അതിൻ്റെ നീര് മാത്രമാണ് എടുക്കുന്നത്. അപ്പോൾ നമുക്കതിൻ്റെ ചണ്ടി ആവശ്യമില്ല, നീര് മാത്രം മതി. ഇനി ഇത് ചെമ്പരത്തി, ബ്രഹ്മി, നെല്ലിക്ക, കറ്റാർവാഴ, അതുപോലെ തന്നെ കരിവേപ്പില, ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സിയിലൊന്ന് അരച്ചെടുക്കുന്നുണ്ട്. വെള്ളം ചേർക്കേണ്ട, ഒട്ടും ചേർക്കാതെയാണ് ഇത് അരച്ചെടുക്കുന്നത്. നമുക്കിത് എണ്ണ എങ്ങനെ കാച്ചുന്നതെന്ന് നോക്കാം. ഞാനിത് പുറത്താണ് അരച്ച് കൂട്ടിയിരിക്കുന്നത്. ഇത് ഞാൻ 1/2 ലിറ്റർ എണ്ണ എടുത്തിട്ടുണ്ട്. 1/2 ലിറ്റർ എണ്ണ എടുത്ത് അതുപോലെ തന്നെ ആ നേരത്തെ അരച്ച് വെച്ചിരുന്ന കയ്യോന്നിയുടെ നീരും കൂടി മിക്സ് ചെയ്ത് നമുക്കൊന്ന് നന്നായിട്ട് തിളപ്പിച്ചെടുക്കാം. ഇത് അപ്പോൾ ഇത് നന്നായിട്ട് തിളച്ചിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് നേരത്തെ അരച്ച് വെച്ചിട്ടുള്ള ചെമ്പരത്തിയില, ബ്രഹ്മി, കറ്റാർവാഴ, നെല്ലിക്ക, അതുപോലെ തന്നെ കറിവേപ്പില, ഈ കൂട്ട് നമുക്കിതിലോട്ട് ഇനി ചേർത്ത് കൊടുക്കാം. ഇത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം കേട്ടോ. ഇത് അടുക്കി പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് ഇടയ്ക്കിടയ്ക്കൊന്ന് ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കണം. ഇതിപ്പോൾ ഏകദേശം നന്നായിട്ട് തിളച്ചൊക്കെ വന്നിട്ടുണ്ട്. ഇനിയാണ് ഇതിലേക്ക് നമ്മൾ ആവണക്കെണ്ണ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഈ ആവണക്കെണ്ണ ചേർത്ത ശേഷം ഇതൊന്ന് നന്നായിട്ട് തിളച്ച് ആ ആവണക്കെണ്ണയുടെ ആ ഒരു പതയൊക്കെ അങ്ങ് മാറി വരുന്നത് വരെ നമ്മളൊന്ന് മിക്സ് ചെയ്തുകൊണ്ടിരിക്കുക. അതിൻ്റെ പതയൊക്കെ മാറി വരുമ്പോഴത്തേക്കും ഈ ഓയിൽ ഏകദേശം റെഡിയാവും. ഇപ്പോൾ അത് റെഡി ആയിട്ടുണ്ട്. ഇതാണ് ഫൈനൽ. ഇനി ഈ എണ്ണ തണുത്ത ശേഷം നമുക്കൊരു ബോട്ടിലേക്ക് മാറ്റി അടച്ചു വയ്ക്കാം.